ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ വൈക്ക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടപോലെ തന്നെ ഒരു സ്റ്റഡി വ്ളോഗാണ്, മോർണിംഗ് സ്റ്റഡി വ്ളോഗാണ്. ആൻഡ് ഇന്നാണ് നമ്മുടെ മിഡ് ടേം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ട്യൂഷൻ ക്ലാസ്സിൽ. അപ്പം നമുക്ക് കെമിസ്ട്രിയാണ് ഫസ്റ്റ് എക്സാം വരുന്നത്. സോ നമുക്ക് വേഗം ഇരുന്ന് പഠിക്കാം. ഒരു 6:45 AM വരെ നമുക്ക് പഠിക്കാനുള്ള ടൈമുണ്ട്. ഇപ്പോൾ 5:10 എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് നല്ല ഇരുട്ടാണ്. അപ്പം ഞാൻ അകത്തുനിന്നാണ് പഠിക്കുന്നതൊക്കെ. അപ്പം നമുക്ക് പഠിക്കാം. എനിക്ക് സൗണ്ട് മാറിയിട്ടുണ്ട്, രാവിലെ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് എണീച്ച പാട് തന്നെ പെട്ടെന്ന് പോയിട്ട് ബ്രഷ് ചെയ്തു, ഫേസ് വാഷ് ചെയ്തു. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഉറക്കം തൂങ്ങിയിരിക്കും. അതുകൊണ്ടാണ് അത് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. സൗണ്ട് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, ക്ഷമിക്കുക. സോ നമുക്ക് നേരെ വീഡിയോ പോലെ എക്സ്കെറ്റിൻ്റെ വീഡിയോ കമ്മോൺ. അതിന് വേണ്ടി നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണിച്ചാൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. കുറേ നാൾക്ക് ശേഷമല്ലേ വീഡിയോ ഇടുന്നത്. അപ്പോൾ കഥ പറഞ്ഞു നിൽക്കാനുള്ളതൊന്നും സമയമില്ല, നമുക്ക് വേഗം വീഡിയോ ഇട്ട് പോവാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ കമ്മോൺ. പറഞ്ഞ പോലെ തന്നെ ഏകദേശം 2-3 വീക്സ് എന്തോ ആയി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും ഞാനൊന്നും പറയുന്നില്ല അതിനെപ്പറ്റി. ഇനിയെങ്കിലും കൺസിസ്റ്റൻ്റ് ആവാൻ നോക്കാം. ഓക്കെ, കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റിയില്ലെങ്കിൽ ഒരു 1 ഡേ ഇടവിട്ട് എങ്കിലും ഞാൻ വീഡിയോ ഇടാം, മാക്സിമം നോക്കാം കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പം കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് കെമിസ്ട്രിയാണ് എക്സാം ഉള്ളത് ട്യൂഷൻ ക്ലാസ്സിൽ. അപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ എക്സാമിനെ പറ്റി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു തരാം. എക്സാം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മിഡ് ടേം ആയതുകൊണ്ട് തന്നെ കുറച്ച് മാർക്കിന് 20 മാർക്സിനാണ് നമുക്ക് എക്സാം ഉണ്ടായിരുന്നത്. അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ഈസിയുമല്ല ടഫും അല്ല. കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഈസിയാണ് എന്നാലും പക്ഷേങ്കിലൊരു ചെറിയ മിസ്റ്റേക്സൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ബയോളജിയാണ് എക്സാം വരുന്നത്. അപ്പോൾ ബയോളജിൻ്റെ സ്റ്റഡി വ്ളോഗും കമ്മിങ് ആണ്. അപ്പോൾ നമ്മളിത് ഇവിടെ എന്തോ എക്സ്പെരിമെൻ്റൊക്കെ ഒന്ന് വരച്ച് നോക്കുകയാണ്. ഭാഗ്യത്തിന് ചിത്രം വരയ്ക്കാനൊന്നും വന്നിട്ടില്ല. ചിത്രം വരയ്ക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ ചിത്രം വരയ്ക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടിയല്ല, ഒരു പേടിയാണ്, ലൈക്ക് തെറ്റിപ്പോയാലോ എന്ന് വിചാരിച്ചു. കാരണം എവറി സ്മോൾ ടൈനി മിസ്റ്റേക്ക് ഈസ് എ ബിഗ് മിസ്റ്റേക്ക്. കാരണം ചിത്രത്തിനൊക്കെ നല്ല മാർക്ക് ഉണ്ടാവും. അപ്പോൾ അത്രയും മാർക്ക് ഒരു ചെറിയൊരു അശ്രദ്ധ മൂലം പോയാൽ നമ്മൾ അത്രയും വലിയ മാർക്ക് പോവുമല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും വന്നില്ല. പിന്നെ എനിക്ക് എല്ലാതും കംപ്ലീറ്റ്ലി എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയൊക്കെ ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് നോക്കിയതാണ്. അല്ലാതെ ഒന്ന് ജസ്റ്റ് വായിച്ചാൽ തന്നെ കിട്ടും. കാരണം ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കൊണ്ടും പിന്നെ ഡെയിലി എക്സാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി അന്നെടുക്കുന്നത് എക്സാം ഉണ്ടാവും. അപ്പം അങ്ങനെ പഠിച്ചു പോയതും ഒക്കെ കൂടിയിട്ട് ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു മിഡ് ടേം എക്സാമിൽ ആക്ച്വലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത്ര വലിയ ടഫ്നെസ്സും കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ എത്ര നോക്കിയാലും എനിക്ക് ടെൻഷൻ അതിപ്പോൾ എക്സാമിന് എന്തായാലും എനിക്കുണ്ടാവും. ഈവൻ തോ ഞാൻ അത്രയ്ക്കും പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു ടെൻഷൻ എനിക്കുണ്ടാകും. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ 9th സ്റ്റാൻഡേർഡിൻ്റെ ഒരു ഫസ്റ്റ് എക്സാം ആയിട്ടാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഓണം എക്സാം ഇപ്പം എത്തും. ഇപ്പം ജൂലൈ എന്തോ ആയില്ലേ, ജൂലൈ ആവാനായിട്ടുണ്ടല്ലോ. അപ്പോൾ അടുത്തത് ആഗസ്റ്റിൽ തന്നെ നമ്മുടെ ഈ ഒരു ഓണം എക്സാം ഉണ്ട്. സാധാരണ സെപ്റ്റംബറിലാണ്. ഇന്നിപ്പം ഓണം നേരത്തെ ആയതുകൊണ്ട് തന്നെ എക്സാമും നേരത്തെയാണ്. ടോപ്പിക്സ് ചിലപ്പോൾ കുറയ്ക്കും എന്നൊക്കെ പറയുന്നുണ്ട്, അറിയത്തില്ല എന്താവുന്നു. എനിവേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. ഓണം എക്സാമിന് എനിക്ക് ടെൻഷനുണ്ട്. ഓണം എക്സാമിനെ ആലോചിച്ചിട്ട് എനിക്കൊരു ടെൻഷനുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോഴേ പഠിച്ചു പോയാൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയുക, അത്ര ടെൻഷനൊന്നും വേണ്ട. എന്തിനാണ് ടെൻഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് 9th ക്വസ്റ്റ്യൻസൊക്കെ എങ്ങനെയായിരിക്കും, പാറ്റേൺ എങ്ങനെയായിരിക്കും, അതേപോലെ തന്നെ 80 മാർക്സിനൊക്കെ ഉള്ളതൊക്കെ എങ്ങനെ കവർ ചെയ്യും, എങ്ങനെ എഴുതും, എങ്ങനെ ആക്കും എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനുണ്ട്. അപ്പം 9th സ്റ്റാൻഡേർഡിൽ ആരെയും പഠിക്കുന്നുണ്ടെങ്കിൽ അവർ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും. ഓക്കെ, പിന്നെ ഇപ്പം 9th കഴിഞ്ഞ് 10th നിൽക്കുന്നവരായാലും ഒന്ന് ടിപ്സ് എങ്ങാനും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരിക്കും. ഓക്കെ, ഇനി നമ്മളിത് കഥ പറഞ്ഞ് എവിടേക്കോ എത്തിപ്പോയി. ഇതാണ് എൻ്റെ പ്രശ്നം. നമ്മൾ തുടങ്ങുന്നത് വേറെ ആയിരിക്കും, അവസാനം എത്തുന്നതും വേറെ ആയിരിക്കും. ഓക്കെ, എനിവേ നമ്മളിതേ ഇപ്പം എഴുതി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പഠിച്ച് കഴിഞ്ഞ് ലൈക്ക് പറഞ്ഞ് കഴിഞ്ഞ്. പക്ഷേങ്കിൽ എന്നാലും ഒരു എഴുതി നോക്കിയാലാണ് ഒരു കോൺഫിഡൻസ് കിട്ടുക. അപ്പോൾ രാവിലെ ആണെങ്കിൽ എഴുതി പഠിക്കാനുള്ള ടൈമില്ല. ടൈമിലാണ് ഞാൻ എഴുതി പഠിക്കുന്നത്.
കുറച്ചധികം നേരത്തെ എണീക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ 5 മണിക്ക് തന്നെ എണീച്ചത് എങ്ങനെയോ ആണ്. അപ്പോൾ എനിക്ക് കയ്യിൽ എണീക്കുക രാവിലെ മടിയാണ്, ഭയങ്കര മടിയാണ് രാവിലെ എണീക്കാൻ. പക്ഷേങ്കിൽ എന്നെ തന്നെ ഞാൻ പുഷ് ചെയ്ത് എങ്ങനെയൊക്കെയോ എണീച്ചു. അറിയത്തില്ല കിടക്കേമെന്നൊന്ന് എണീക്കാൻ പാടെ. എണീച്ച പാടെ തന്നെ പെട്ടെന്ന് പോയി ഫേസ് വാഷൊക്കെ ഇട്ടു. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും ഉറക്കം തൂങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പരീക്ഷേൻ്റെ കുറച്ച് മുന്നേ ആയിരിക്കും എണീക്കുക. ലൈക്ക് ഒരു 7:30 ഒക്കെ ആകുമ്പോഴായിരിക്കും എണീക്കുക. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ പോയി ബ്രഷ് ചെയ്തു, ഫേസ് വാഷ് ഇട്ടു. എന്നാലും ഒരു എനർജി, ഒരു ഉന്മേഷം എവിടുന്നൊക്കെയോ വരുമല്ലോ. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത്, അതായത് വോയിസ് റെക്കോർഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയിട്ട് എൻ്റെ ബയോളജി പഠിക്കാൻ, അതേപോലെ തന്നെ ബയോളജീൻ്റെ വീഡിയോ ഒക്കെ എടുക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ലോങ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, ഈ ഒരു വീഡിയോക്ക് ലെങ്ത് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇഷ്ടപ്പെടാച്ചാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. കുറേ ആയി ഞാൻ വീഡിയോ ഇട്ടിട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ എനിക്ക് നല്ല മടി ഉണ്ടായിരുന്നു. പിന്നെ പഠിക്കലും അതും ഇതൊക്കെ അങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല. അത്യാവശ്യം ലെങ്ത്തുള്ളൊരു ക്ലിപ്പായിരുന്നു. 24 മിനിറ്റ്സ് എന്തോ ഉണ്ടായിരുന്നു. അത് ഞാനൊരു 4 മിനിറ്റ്സ് ഒക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. കാരണം വേറെ ഒന്നല്ല, ഞാൻ പതുക്കെയാണ് പഠിച്ചു പോകുന്നത്. അപ്പം അങ്ങനെ വീഡിയോ ഭയങ്കര ലാഗായി പോവും. അതേപോലെ തന്നെ ബോറടിക്കും കാണുന്നവർക്കൊക്കെ ആയാലും. കടന്നും ഇരുന്നും മലന്നും കുത്തനെ ഒക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ട് ഞാൻ എന്തായാലും. സോ ഗൈസ്, നമ്മൾ ഏകദേശം ഫസ്റ്റ് ചാപ്റ്ററിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഏകദേശം ഇനി കുറച്ചധികം പഠിക്കാനുണ്ട്. എനിക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ കുഴപ്പമില്ല, ഞാൻ പഠിച്ചങ്ങ് പോയതാണ് ഓരോ ദിവസം. അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാനേ ഇനിയുള്ളൂ. അപ്പോൾ അത് നോക്കണം. സോ എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇവിടെ ചോക്കോസ് ഉണ്ട്, അപ്പോൾ നമുക്കത് പോയിട്ട് തിന്നാക്കി വിശക്കുന്നു. ഗൈസ്, ഇവിടെ ചെറുതായിട്ടൊന്ന് മഴ ചാറുന്നുണ്ടാവുന്നത്. പുറത്ത് നല്ല തണുപ്പുണ്ട്. നല്ലതല്ല, ഒരു ഇളം തണുപ്പ് എന്ന് വേണേൽ പറയാം. ഓക്കെ, പാലുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിത് ചോക്കോസ് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ചോക്കോസ് ഉണ്ടാക്കി തന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം. ഗൈസ്, ഇങ്ങനെ പഠിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ സമയം 7:06 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 7:45 ബസ്, 7:45 ബസ്സിന് പോകണം. അപ്പോൾ നമ്മൾ റെഡി ആവുകയാണ്. ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഇത് ആക്ച്വലി ഒരു ഓവർ സൈസ്ഡ് ഇതാണ്, ജേഴ്സിയാണ്. ഇത് എൻ്റെതല്ല കേട്ടോ, ഇത് എൻ്റെ ബ്രദറിൻ്റെയാണ്. അപ്പോൾ ഇതൊരു ഓവർ സൈസ് ഇത്ര ഉണ്ട്. അപ്പോൾ ഞാനത് ഇങ്ങനെ ആക്കി. ഓക്കെ, അപ്പോൾ ഓക്കെ, ഫുഡെല്ലാം ഞാൻ നേരത്തെ കഴിച്ചതാണ്. അപ്പോൾ നമുക്കിനി വേഗം റെഡി ആവാം, എന്നിട്ട് കുറച്ചുകൂടെ പഠിക്കാം, എന്നിട്ട് പോവാം. നല്ല പേടിയുണ്ട്. എത്ര പഠിച്ചാലും എനിക്ക് പേടി ഉണ്ടാവും കേട്ടോ എക്സാമിന്. എത്ര പഠിച്ചാലും നമ്മളിപ്പം ഫുൾ കംപ്ലീറ്റഡ് ആണെങ്കിൽ പോലും എനിക്ക് ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ 9th സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് എക്സാമാണ്. അത് വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് 9th സ്റ്റാൻഡേർഡിന് എക്സാം നടത്തിയിട്ടുണ്ട്. ചാപ്റ്റർ വൈസ് അല്ലാണ്ട് കുഞ്ഞു ടോപ്പിക് വൈസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ചാപ്റ്റർ വൈസ് ഇങ്ങനെ മൊത്തത്തിൽ ഇപ്പോഴാണൊന്ന് എക്സാം പോലെ മിഡ് ടൈം എക്സാം ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എക്സാമാണ്, കെമിസ്ട്രിയാണ്. പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിയുണ്ട്. അപ്പം ഞാൻ പോയിട്ട് നമുക്ക് റെഡി ആവാം. ഗെറ്റ് റെഡി വിത്ത് മീ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് റെഡി ആവാനൊന്നുമില്ല. അപ്പം ഞാൻ ഫസ്റ്റ് ഐലൈനർ എഴുതും, അത് എഴുതിയിട്ട് വരാം. ഓക്കെ, ഞാൻ കണ്ണെഴുതി പൊട്ടും തൊട്ടു. ഇനി ഞാൻ ബ്ലഷ് ഇടാണ്. ഞാൻ ഒരു ലിപ് ബാം വെച്ചിട്ടാണ് എപ്പോഴും ബ്ലഷ് ഇടാറ്. അതത്ര നല്ലതല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, എടുത്തു. ഞാൻ ബ്ലഷ് കുറച്ചിടും, ജസ്റ്റ് ഫോർ എ രസം. കുറച്ച് മാത്രം. ഇനി മുടി റെഡിയാക്കാം. പെട്ടെന്ന് സമയത്ത് അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ പോയിട്ട് മുടി കെട്ടട്ടെ. കേസ്, ഞാൻ റെഡിയായി. കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സമയമുണ്ട്, പഠിക്കട്ടെ. ഇതൊരു കംപ്ലീറ്റ്ലി ഒരു സ്റ്റഡി വ്ളോഗാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇതിൻ്റെ അകത്ത് കുറച്ച് മോർണിംഗിലെ റൊട്ടീനും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി ഏത് എക്സാം എനിക്കറിയില്ല, ഫിസിക്സ് തോന്നുന്നു. അപ്പോൾ നെക്സ്റ്റ് എക്സാമിന് കാണാം കേട്ടോ. ബൈ.
അപ്പോൾ ഗൈസ് നെക്സ്റ്റ് എക്സാം ബയോളജിയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബയോളജി വ്ളോഗിൽ കാണാം. വീഡിയോൻ്റെ എൻഡിങ് ഞാൻ എടുക്കാൻ അങ്ങ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു ആ തിരക്കിൽ. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഔട്ട്രോ വീഡിയോ ഇല്ല. എന്നിരുന്നാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഇറ്റ്സ് മീ വൈഗ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.